മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ പോകുന്നു. സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിന്റെ തത്സമയ ചടങ്ങിലേക്ക് മഹാരാഷ്ട്രയുടെ ആദ്യ ഉപമുഖ്യമന്ത്രി വനിതയാകുന്നു എന്നതാണ് പ്രത്യേകത. അതിന്റെ സാഹചര്യവും നമുക്കറിയാം. ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ വിമാന അപകടത്തിൽ മരണപ്പെട്ടതിന് ശേഷമാണ് കൂടിയാലോചനകൾ നടന്നത്. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ നിലവിൽ രാജ്യസഭ MP ആയിരുന്നു. MP ആണ്. രാജ്യസഭ MP സ്ഥാനത്ത് നിന്നും സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു എന്നതിന്റെ പ്രത്യേകത കൂടിയുണ്ട്. പാർട്ടി യോഗം ചേർന്ന ശേഷമാണ് NCPയുടെ മുതിർന്ന നേതാക്കളടക്കം ഇരുന്ന് യോഗം ചേർന്ന് തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ നിർണായക തീരുമാനത്തിൽ എത്തുമ്പോൾ സുനേത്ര അജിത് പവാർ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. मी सुनेत्रा अजित पवार गांभीर्यपूर्वक प्रतिज्ञा करते की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगीन. मी भारताची सार्वभौमता व एकात्मता उन्नत राखीन. मी महाराष्ट्र राज्याची उपमुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व ससद्विवेक बुद्धीने पार पाडेन आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी गांभीर्यपणे व निपक्षपातीपणे तसेच कोणाच्याही विषयी ममत्वभाव किंवा आकस न बाळगता न्याय वागणूक देईन. मी सुनेत्रा अजित पवार गांभीर्यपूर्वक प्रतिज्ञा करते की महाराष्ट्र राज्याची उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब अशी उपमुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे वा अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही. धन्यवाद. അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ പുതിയ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി എന്ന പ്രത്യേകത കൂടി ഉണ്ട്. സുനേത്ര അജിത് പവാറിന്റെ പിൻഗാമിയായി മാറുകയാണ്. വിമാന ദുരന്തത്തിലാണ് അജിത് പവാർ 2 നാൾ മുൻപ് മരണപ്പെട്ടത്. പിന്നീട് പാർട്ടിയുടെ അമരത്തേക്ക് ഭാര്യയും നിലവിൽ രാജ്യസഭാ അംഗവുമായ സുനേത്ര
അജിത് പവാർ എത്തുകയായിരുന്നു. പാർട്ടി ഐകകണ്ഠേന ആ പേര് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. NCPയുടെ മുതിർന്ന നേതാക്കൾ ഇന്ന് യോഗം ചേർന്നു. ഭാരാമതിയിൽ ആ നാൾ ചേർന്ന യോഗത്തിലാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ടത്. നിലവിലെ രാജ്യസഭാ MP ആയ സുനേത്ര പവാർ തന്നെ പാർലമെന്ററി കാര്യ നേതാവ്, കക്ഷി നേതാവ്, നിയമസഭാ കക്ഷി നേതാവായി തീരുമാനിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ചുമതല വഹിച്ച് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായി ഗവർണറാണ് ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക, ഒപ്പം സഭയിലെ പാർട്ടി അംഗങ്ങളെ കൂട്ടായ ഉത്തരവാദിത്തത്തോടുകൂടി കൊണ്ടുപോവുക എന്നടക്കം ഭാരിച്ച ഉത്തരവാദിത്തമാണ് സുനേത്ര പവാറിൻ്റെ ചുമലിലുള്ളത്. ആ കർത്തവ്യം നിർവഹിക്കുമെന്ന് നേരത്തെ തന്നെ പാർട്ടി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിലാണ് സംസ്ഥാന മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രിമാർ ഇവരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. ചടങ്ങിപ്പോൾ പൂർത്തിയാകുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ചടങ്ങുകൾ അങ്ങനെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഒരു ദുഃഖകരമായ ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ അമരത്തേക്ക് എത്തുകയും അങ്ങനെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സുനേത്ര എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ചടങ്ങുകൾ പൂർത്തിയാകുന്നു. ആരൊക്കെയാണ് പങ്കെടുത്തത്? ശരത് പവാർ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുത്തോ ബസന്ത്? പ്രതീക്ഷ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് ഇപ്പോൾ സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്ര ഗവർണർ ആചാര്യ ദേവ്രതാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ്, ഉപമുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡെ തുടങ്ങിയ അവരും അതോടൊപ്പം തന്നെ NCP നേതാക്കളും ഒക്കെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചേർന്ന NCPയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുനേത്ര പവാറിനെ നേതാവായി തെരഞ്ഞെടുത്തത്. ഈ വിവരം NCP നേതാക്കൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസിനെ അറിയിച്ചതിനെ തുടർന്ന് ലോക് ഭവനിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായിരുന്നു. 5 മണിക്ക് തന്നെ മുഖ്യമന്ത്രിയായി സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മഹാരാഷ്ട്രയുടെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയാണ് അജിത് പവാറിന്റെ ഭാര്യയായ സുനേത്ര. 72 മണിക്കൂർ മുമ്പാണ് അജിത് പവാർ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. പക്ഷേ പാർട്ടിയിൽ നിന്നുള്ള കനത്ത സമ്മർദ്ദം തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ സുനേത്ര തയ്യാറാവുകയായിരുന്നു. ശരത് പവാർ ഇന്ന് രാവിലെ ഇത് താൻ അറിഞ്ഞില്ല എന്നുള്ള തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയെങ്കിലും മകൻ അജിത് പവാറിന്റെ മകൻ പാർത്ഥ ശരത് പവാറിനെ കണ്ട് കുടുംബത്തിന്റെ പിന്തുണ കൂടി നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പാർട്ടി നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് ശരത് പവാറോ സുപ്രിയ സുരയോ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അജിത് പവാർ വഹിച്ചിരുന്ന ധനവകുപ്പ് ഒഴിച്ചുള്ള ബാക്കി വകുപ്പുകളൊക്കെ തന്നെ സുനേത്രയ്ക്ക് നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ധനവകുപ്പ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കി ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. ബസന്താണ് വിവരങ്ങൾ തത്സമയം നൽകിയത്. ഉപമുഖ്യമന്ത്രിയായി സുനേത്ര അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രി എന്ന ഖ്യാതി കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം നേരത്തെ അജിത് പവാർ വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട വകുപ്പായ ധനവകുപ്പ് അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കും. ബാക്കിയുള്ള വകുപ്പുകളൊക്കെ തന്നെ സുനേത്ര വഹിക്കുകയും ചെയ്യും.